മക്കളെടാ 9ാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകളുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അത് രണ്ടാമത്തെ ഭാഗമാണ്. വലിയൊരു കാലയളവിന് ശേഷമാണ് എനിക്കൊന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് കൃത്യമായി ധാരണ. സോറി മക്കളെ, പനി പിടിച്ച് സൈഡായിരുന്നു, എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയടാ. അപ്പോൾ ചുമയൊക്കെ എനിക്ക് മേ ബി നിങ്ങൾ സൗണ്ട് കേട്ട് ശീലമുള്ള ആളുകളായതുകൊണ്ട് ശബ്ദത്തിന് ഒരു ചെറിയ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരുപാട് എനർജി ഉണ്ടാവില്ല. പക്ഷെ ഞാനത് ഒരുപാട് ഡിലേ ആക്കി വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് അപ്പോഴേക്കും സ്കൂളിലേക്ക് ചാപ്റ്റേഴ്സും കാര്യങ്ങളും തീർന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സസ് ചെയ്യുന്നത്. എടാ, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടേക്കണം മക്കൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ ക്ലാസ്സസിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റഡി നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. അത് മാത്രമല്ല, മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മക്കൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ശരി, സെക്കൻഡ് പാർട്ട് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ പഠിച്ചിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സുകളെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള റെഫറൻസസ് ഞാൻ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേക്കടാ, ഈ കാണുന്ന തേങ്ങയും കൂട്ടിയാൽ 2 തേങ്ങ. ഞാൻ ഈ തേങ്ങയ്ക്ക് പകരം മക്കളൊരു തൽക്കാലത്തേക്ക് ഒരു നമ്പർ വിചാരിച്ചു. ഒരു തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 ആണെന്ന് വിചാരിച്ചോ. വേറൊരു തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 വിചാരിച്ചോ. അപ്പോൾ തേങ്ങയും കൂട്ടിക്കഴിഞ്ഞാൽ 2 തേങ്ങ എന്ന് പറയുന്ന പോലെ √2 ഒരു തേങ്ങയാണെങ്കിൽ തേങ്ങയും കൂട്ടുന്നത് പോലെ √2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണടാ? 2√2 എന്നാണ് കിട്ടേണ്ടത്. സിമ്പിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സാധനം മക്കൾ നോക്കി നോക്കിയേ. ഇത് അടുത്ത് ഞാൻ മാങ്ങേൻ്റെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ടേ. മാങ്ങയ്ക്ക് പകരം √3 ആണെന്ന് ചോദിച്ചോ. അപ്പോൾ മാങ്ങ ഇയാളൊക്കെ മാങ്ങയാണ്. ഓക്കെ, നോക്കടാ, 2 മാങ്ങയുടെ കൂടെ ഒരു മാങ്ങയും കൂടി വെച്ചപ്പോൾ, ശ്രദ്ധിക്കണേ മക്കളെ, 2 മാങ്ങയുടെ കൂടെ ഒരു മാങ്ങയും കൂടി വെച്ചപ്പോൾ 3 മാങ്ങ. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കടാ, 2 മാങ്ങ അയാൾക്ക് പകരം ഞാൻ 2√3 എന്ന് വിളിക്കാം, +√3. ഇതെന്തായിരിക്കും മക്കളെ ഉത്തരം ഉണ്ടാവുക? 3√3 എന്നായിരിക്കും ഉത്തരം ഉണ്ടാവുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആട്ടോ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അതേപോലെ നമുക്ക് കുറയ്ക്കുന്ന മൈനസ് ചെയ്യുന്ന സ്ഥലത്ത് നോക്കാം. ഇതാ എടാ, √2 3 ഉണ്ട് അവിടെ. അവരെല്ലാവരും കൂടെ ചേർത്തിട്ട് നമുക്ക് എങ്ങനെ വിളിക്കാം മക്കളെ? 3√2 എന്ന് വിളിക്കാം, മൈനസ് ഒരു √2. അപ്പോൾ 3√2 നിന്ന് √2 കുറച്ച് കഴിഞ്ഞാൽ 3 തേങ്ങയെന്ന് ഒരു തേങ്ങ കുറച്ചാൽ ബാക്കി 2 തേങ്ങ ഉണ്ടാവും. അപ്പോൾ 3√2 √2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുക? 2 √2 ഉണ്ടാവുക. ഇതിലും സിമ്പിൾ ആയിട്ടുള്ളൊരു റെഫറൻസ് പറയാനില്ല. ലൈക്ക് വൈസ് നമുക്ക് ഇവിടെ നോക്കട്ടോ. മാങ്ങ എന്ന് പറഞ്ഞാൽ ആരാടാ? √3 ആണ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ 5 √3 അല്ലേ. അതിന് മൈനസ് ചെയ്യണം. എത്രയാടാ മൈനസ് ചെയ്യേണ്ടത്? 2 √3 മൈനസ് ചെയ്യേണ്ടത് മക്കളെ. 3√3 എന്നല്ലേ ഉത്തരം ഉണ്ടാവുക. ഓക്കെ, പക്ഷേ മക്കൾ ശ്രദ്ധിക്കുക, ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അടുത്തത് പറയുന്ന ഒരു റെഫറൻസ് ആണ്. ഇതിൽ ശകലം ബുദ്ധിമുട്ടിക്കുന്ന ഒരു റെഫറൻസ്, ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നാലേ മക്കൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. എടാ, 3 മാങ്ങയിൽ നിന്ന് 2 തേങ്ങ കുറയ്ക്കാൻ പറഞ്ഞു. പോസിബിൾ ആണോ? പോസിബിൾ അല്ല. അപ്പോൾ മക്കളൊന്ന് ആലോചിച്ച് വെക്കടാ. മക്കളോട് പറയുകയാണ് √3 മൈനസ് √2. പറ്റുമോ? പറ്റൂല, ചെയ്യാൻ പറ്റില്ല. കാരണം മാങ്ങയിൽ നിന്ന് തേങ്ങയിൽ നിന്ന് മാങ്ങയും കുറയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ചില ക്വസ്റ്റ്യനുകൾ മക്കളെ ഈ പറഞ്ഞിട്ടുള്ള മാങ്ങയിൽ നിന്ന് തേങ്ങയിൽ നിന്ന് മാങ്ങയും കുറയ്ക്കാൻ മക്കൾ നിർബന്ധിതരാകും. എസ്പെഷ്യലി വെൻ യു ആർ ഡീലിംഗ് വിത്ത് ലെങ്ത്, അളവുകളുമായി ബന്ധപ്പെട്ട് മക്കൾ ഡീൽ ചെയ്ത ചില പ്രോബ്ലത്തിൽ ചെയ്യാൻ നിർബന്ധിതരാകും. ആ സമയത്ത് വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ മാത്രം √3 പകരം നമ്മൾ അതിൻ്റെ ഏതാണ്ട് വില അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ടുള്ള 1.73, √2 പകരം 1.41 ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മാത്രം, ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അയാളെയും കൂടെ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ചാപ്റ്ററിൻ്റെ ഓപ്പണിങ് പറയാനുള്ളത്. ഞാനൊരു സ്ക്രീൻ കാണിക്കാം മക്കൾക്ക്. ഞാൻ ഈ പറഞ്ഞ മാങ്ങയും തേങ്ങയേക്കാൾ ഇഷ്ടം മക്കൾക്ക് ഭയങ്കര തിയററ്റിക്കലായിട്ട് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു തിയററ്റിക്കൽ സാധനം അവിടെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, ഈസി ആയിട്ട് പഠിച്ചാൽ പോരാടാ. മക്കൾക്ക് വേണമെങ്കിൽ ഇഫ് നീഡഡ് മക്കൾക്ക് ഈ ഭാഗം സ്ക്രീൻഷോട്ട് വയ്ക്കും. ഇവിടെ അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ, ഡീപ്പ് റിയൽ എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 29 ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. നോക്കണടാ, അവിടെ ഏത് ടൈപ്പ് ത്രികോണത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അവർ മട്ട ത്രികോണത്തെക്കുറിച്ചാണ് പറയുന്നത്. കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. ദ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട് 1/2 ആണ്. അതർ സൈഡ് പറഞ്ഞിട്ടുണ്ട് 1/2 മീറ്റേഴ്സ് ആണ്. അവിടെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ് ടു എ സെൻറ്റിമീറ്റർ വരെ കൃത്യമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ചുറ്റളവാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടാ, ബേസിക്കലി ഇവിടെ പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് ആദ്യം തന്നെ അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ റഫ് ഡയഗ്രാം വരയ്ക്കി വെക്കുന്നുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ആരൊക്കെ കയറി വരണം എന്ന് പറയണം. നമ്മുടെ പൈത്തഗോറസ് തിയറം പോലെയുള്ള ആളുകളൊക്കെ കയറി വരണം. പൈതഗോറിയൻ സിദ്ധാന്തമൊക്കെ കയറി വരണം.
ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ വരച്ച് വെച്ചാൽ ഞാൻ ഇതേപോലെ ഒരു പേര് ഞാൻ കൊടുത്ത് വെച്ചേക്കാം. ഇയാളിപ്പോൾ തൽക്കാലം ABC എന്നാവട്ടെ. നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്ററാണ്, കർണം എന്ന് പറയുന്നത് 1.5 മീറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൃത്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന സൈഡ് ഏതെങ്കിലും ഒരാളെ പിടിച്ചാക്കാൻ വേണ്ടി പറ്റില്ല. അയാൾ ലോങ്കസ്റ്റ് സൈഡാണ്. കൃത്യമായിട്ട് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ആളുടെ പൊസിഷൻ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന AC നീളമാണ് അവർ പറഞ്ഞിട്ടുള്ള 1/2 എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ ഓഫ് ദ അതർ സൈഡ്, ഇത് കൂടാതെ മറ്റൊരു സൈഡ് എന്ന് പറയുന്ന ആളെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വശം 1/2 മീറ്റർ. അതിപ്പോൾ AB ആവാം BC ആവാം, ആരായാലും കുഴപ്പമില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ഈ കാണുന്ന തൽക്കാലം നമ്മളെ സംബന്ധിച്ച് BC ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല കേട്ടോ. തിരിച്ച് ആരെ പ്ലേസ് ചെയ്താലും നിങ്ങൾ ഈ 1.5 മീറ്റർ ഇവിടെയും 1/2 മീറ്റർ ഇവിടെയും കൊടുക്കുന്നത് പോലെ ABക്ക് പകരം, കാരണം ഈ കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ ആരാന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഉള്ള ആളെ കണ്ടുപിടിച്ചാൽ മതി. അത് മാത്രമേ ഉള്ളൂ മാറ്റം, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആര് കൂടിയേ തീരുള്ളൂടാ, AB എന്ന് പറയുന്ന സൈഡിൻ്റെ അളവ് കൂടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നോക്കണേടാ, AB സ്ക്വയർ ഇസ് ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ. മക്കളെ ഞാനിവിടെ ഓവർ ഡീറ്റെയിലിങ്ങിൽ നിൽക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് മക്കൾ ഞാൻ തൊട്ട് മുകളിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, ലിങ്ക് തരാം. ഫസ്റ്റ് പാർട്ടിലേക്ക് പോയി കണ്ടിട്ട് അവിടെ പൈത്തഗോറസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗം ഒന്ന് നോക്കി വെച്ചിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, AC സ്ക്വയർ ഇസ് ഈക്വൽ ടു ACയുടെ സ്ക്വയർ നോക്കടാ. ACക്ക് പകരം ഞാൻ 1.5 നാട്ടോ എഴുതുന്നത്, 1/2 സ്ക്വയർ മൈനസ് BCൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ 1/2 അയാൾ ഇപ്പോൾ ഉള്ളത് മക്കളെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് അതിലുള്ളത്. ഓക്കെ, അയാൾ മിശ്ര ഭിന്നത്തിലാണുള്ളത്. അയാളെ വിഷമ ഭിന്നത്തിലേക്ക് നമ്മൾ മാറ്റണം, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമ്മൾ മാറ്റണം. മക്കൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിൻ്റെ 2-3 എക്സാമ്പിൾ കാണിച്ച് എൻ്റെ കയ്യിലൊരു 2/3/4 ഉണ്ടടാ. ഈ 2/3/4 ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തത് മക്കൾ നോക്കണേ. 2 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8 + 3 ചെയ്താൽ 11 കിട്ടുക. അങ്ങനെ 11/4 എന്നാണ് അങ്ങനെ മാറ്റിയെടുത്തത്. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കുക. 3/1/3 എങ്ങനെ എഴുതുക മക്കളെ? 3 × 3 9 ആണ്. 9 പ്ലസ് ഇവിടേക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഇവിടേക്ക് പ്ലസ് കേട്ടോ. 3 × 3 9 ആണ്. 9 + 1 10 ആണ്. 10/3 നമ്മൾ എഴുതാം. ഓക്കെ, അടുത്തത് ഒരു 5 2/6. ഓക്കെ, 5 × 6 30 ആണ്. 30 + 2 എന്ന് പറയുമ്പോൾ 32 വരിക. 32/6 എങ്ങനെ അയാൾ എഴുതുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കണം, നമ്മളിപ്പോൾ കാണുന്ന 1/2 എങ്ങനെയായിരിക്കും മാറ്റേണ്ടത്? 1 × 2 2 ആണ്. 2 + 1 3 ആണ്. അയാൾ 3/2 എന്ന് പറഞ്ഞ ആൻസർ ആയിരിക്കും നമുക്ക് അയാൾക്ക് പകരക്കാരനായിട്ട് എഴുതാം. ഓക്കെ, ശരിക്കും ടെക്നിക്കലി ഇയാൾ സംസാരിക്കുന്ന സമയത്ത് മക്കളിപ്പോൾ ചെയ്തിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കൺവേർഷൻ ആണ്. മിശ്രം ഭിന്നത്തിൽ നിന്നും വിഷമ ഭിന്നത്തിലേക്ക് മക്കൾ മാറ്റുക ചെയ്തത്. നമുക്ക് വലിയ ക്ലാസ്സിലേക്ക് വേണ്ടി ആവശ്യമില്ല, നമ്മൾ ചെറിയ ക്ലാസ്സിലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയത് മാത്രം. ഓക്കെ, 3/2 ഹോൾ സ്ക്വയർ. എടാ അത് കാണുമോ എന്ന് സംശയിച്ചൊക്കെ. 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ. എടാ ഇത്തരത്തിൽ സ്ക്വയർ കൊടുത്തതിൻ്റെ മീനിങ് ബ്രാക്കറ്റിലെ ഓരോ ടേമുകൾക്കും സ്ക്വയർ ചെയ്യപ്പെടണമെന്നാണല്ലോ. ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും സ്ക്വയർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോക്കെ വാല്യൂ കൊടുക്കാം. 3 സ്ക്വയറിന് പകരം 9 കൊടുത്തു. 2 സ്ക്വയറിന് പകരം 4 കൊടുത്തു. മൈനസ് 1 സ്ക്വയറിന് പകരം 1 കൊടുത്തു. 2 സ്ക്വയറിന് പകരം 4 കൊടുത്തു. നോക്കിയടാ, ഇപ്പം 2 ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുള്ള, ഛേദങ്ങൾ തുല്യമായിട്ടുള്ള ഒരു ഭിന്നസംഖ്യകൾ തമ്മിൽ, ഫ്രാക്ഷൻസ് തമ്മിൽ മൈനസ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, നമുക്ക് എളുപ്പമാണ്. അപ്പം ന്യൂമറേറ്റേഴ്സ് മാത്രം, അംശം മാത്രം മൈനസ് ചെയ്താൽ മതി. 9 നിന്ന് 1 കുറച്ചാൽ ബാക്കി ഉണ്ടാവേണ്ട ആൾ 8 ആണ്. ഡിവൈഡഡ് ബൈ താഴെ ഉള്ള ആൾ ഛേദം ഡിനോമിനേറ്റർ 4 ആണ്. 8/4 റിസൾട്ട് നമുക്കറിയാം. ആരാ മക്കളെ? 2 ആണ്. നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ABയുടെ സ്ക്വയർ ആണ് 2 എന്ന് കിട്ടിയത്. നമുക്ക് ABയുടെ സ്ക്വയർ അല്ല വേണ്ടത്, നമുക്ക് AB ആണ് വേണ്ടത്. അപ്പോൾ AB = √2 മീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഏറ്റവും അവസാനം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആളെന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. ചുറ്റളവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട് പെരിമീറ്റർ = ചുറ്റളവ് സമം ആരൊക്കെയാണ് മക്കളെ? ഇതാ ഈ കാണുന്ന 1.5 ആഡ് ചെയ്യാനുണ്ട്, ഈ കാണുന്ന 1/2 ആഡ് ചെയ്യാനുണ്ട്, അതേപോലെ ഈ √2 ആഡ് ചെയ്യാനുണ്ട്. നോക്കടാ, 1/2 + 1/2 + √2. ഈ 2 ആൾക്കാർ ആഡ് ചെയ്താൽ 1.5 1/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നമുക്കറിയാം 2 ആണ്. അപ്പോൾ 2 + √2. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ മാങ്ങയാണ് രണ്ട് സാരാ. അപ്പോൾ ഞാനിവിടെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ, സെൻറ്റിമീറ്റർ വരെ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അയാളുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ഏതാണ്ട് വില കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2 + 1.41. അങ്ങനെ ആവുന്ന സമയത്ത് ആൻസർ പോയി നിൽക്കുക 3.41 മീറ്റർ എന്ന. കാരണം നമ്മളെല്ലാം മീറ്ററിലാണ് ചെയ്ത്, പക്ഷേ സെൻറ്റിമീറ്ററിൽ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ × 100 ആട്ടോ മക്കളെ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 341 സെൻറ്റിമീറ്റർ എന്നായിരിക്കും ഉത്തരം എന്ത് ചെയ്യുന്നുണ്ടാവുക, ലഭിക്കുന്നുണ്ടാവുക. അവിടെ സെയിം പേജിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻ ടു ട്രയാങ്കിൾസ് അലോങ് എ ലൈൻ ത്രൂ ദ മിഡിൽ. ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയതാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്നിട്ട് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദിസ്. ആയിക്കോട്ടെ, അപ്പോൾ ഇയാൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതേപോലെ ഒരു സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് മക്കളെ. ഈ കാണുന്ന ആൾ 2 മീറ്റർ ആണെന്ന് ചോദ്യം പറയുന്നുണ്ട്, ഈ കാണുന്ന ആൾ 2 മീറ്റർ ആണെന്ന് ചോദ്യം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കാണുന്ന മൊത്തം അളവ് 2 മീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ആൾ 1 മീറ്റർ ആയിരിക്കും, ഈ ആൾ 1 മീറ്റർ ആയിരിക്കും. ആ പ്രത്യേകതകൾ വർക്ക് ചെയ്യുന്ന 2 ട്രയാങ്കിളുകളാണ്, അതും കൂടി മക്കളൊന്ന് പഠിച്ചു വെക്കണം. ഒന്ന് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം, രണ്ടാമത്തത് സമപാർശ്വ ത്രികോണം ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ വളരെ മുന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള സാധനം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിക്കുന്നില്ല. 1 മീറ്റർ ആണ് അവിടെ വരുന്ന ലെങ്ത്. ഈ കാണുന്ന 2 എടാ ഇത് 1 ഇത് 2, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പെരിമീറ്റർ മക്കളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരെണ്ണം ഇവിടെ ഒന്ന് സൈഡിൽ മാറ്റി വരച്ചത് മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അയാൾക്കൊരു പേരൊക്കെ കൊടുത്തു വെച്ചേക്കാം. ഈ കാണുന്ന സൈഡ് A, ഇയാൾ B, ഇയാൾ C ആണെന്ന് വിചാരിച്ചോ. ഈ BCയുടെ നീളം 1 മീറ്റർ ആണ് നമുക്ക് അവിടുന്ന് കിട്ടിയതാണ്. ഇവിടെ വരുന്ന ആൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ തന്നെ ഏതാണ്ട് ചോദ്യത്തിൻ്റെ പോക്ക് ഏത് വഴിക്കാന്നുള്ള കാര്യം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും അവിടെ നമുക്ക് ആ തേർഡ് സൈഡായിട്ടുള്ള AC എന്ന് പറയുന്ന ആൾ കൂടിയേ തീരൂ എന്നുള്ള കാര്യം മക്കൾക്ക് മനസ്സിലായി. അയാളെ കണ്ടുപിടിക്കണമെങ്കിൽ പൈത്തഗോറസ് തിയറം വേണം. ഈ കാണുന്ന ആൾ ഹൈപ്പോട്ടന്യൂസ് കർണമാണ്, ഈ കാണുന്ന ആൾ പാദം നമ്മുടെ ബേസാണ്. അങ്ങനെയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഫസ്റ്റ് പാർട്ടിലുള്ള പൈത്തഗോറസ് തിയറം റെഫർ ചെയ്തിട്ടായിരിക്കണം മക്കൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പാർട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ട് മാറും. നോക്കടാ, ഞാനപ്പോൾ എഴുതുന്നു AC² = AB² - BC² എന്നാണ് ഇവിടുത്തെ കേസിൽ വരിക. നോക്കണേ, AC² എന്ന് പറഞ്ഞാൽ AB² - BC² എന്നാണ് ഞാൻ എഴുതുന്നത്. ഇവിടുത്തെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ AB² പകരം ഞാൻ 2A² എന്ന് എഴുതുന്നുണ്ട്, -BC² പകരം ഞാൻ 1A² എന്ന് എഴുതുന്നുണ്ട്. 2ൻ്റെ സ്ക്വയർ 4 ആണ്, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 4ൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട ഉത്തരം 3 ആണ്. ശ്രദ്ധിക്കണേ മക്കളെ, AC-യുടെ സ്ക്വയർ ആണ് നമുക്ക് 3 എന്ന് കിട്ടിയത്, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ AC = √3 മീറ്റർ. ഇവിടെ എല്ലാം മീറ്ററിൽ തന്നതുകൊണ്ട് ഈ കാണുന്ന ആൾ √3 മീറ്റേഴ്സ് ആണ്. നമ്മളോട് ചുറ്റളവാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. മക്കളപ്പോൾ എന്ത് ചെയ്യുക, പെരിമീറ്റർ എന്ന് എഴുതുക. പെരിമീറ്റർ അഥവാ ചുറ്റളവ് = ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യാണ്ടാവും നമുക്ക്, 2, 1, √3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2 + 1 + √3 എന്ന് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, എഴുതി വെക്കാം. എടാ, ആ കാണുന്ന 2ഉം 1ഉം കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, ബാക്കി സൈഡിലേക്ക് ആട്ടോ മക്കളെ. അല്ല, ഇവിടെ എഴുതാൻ പറ്റും. നോക്കട്ടെ, 2ഉം 1ഉം കൂട്ടിയിട്ട് ഞാൻ 3 എന്ന് എഴുതുന്നുണ്ട്, 3 + √3 എന്നാക്കുന്നുണ്ട് കേട്ടോ. ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളെപ്പോഴും പറഞ്ഞ ചക്കയും വാങ്ങിയല്ലേ തേങ്ങയും വാങ്ങിയും. 3 + √3 പകരം ഞാൻ അയാളുടെ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമുക്കറിയാം 1.73 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 3 + 1.73 രണ്ടും കൂടി ആഡ് ചെയ്താൽ മക്കളെ നമുക്ക് 4.73 എന്ന് പറയുന്നതാണ്. 4.73 യൂണിറ്റ് അടക്കം എഴുതുമ്പോൾ 4.73 മീറ്റർ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക, അവിടെ എഴുതാനുണ്ടാവുക. ഓക്കെ, ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ. മുഴുവൻ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര കുറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് മുഴുവൻ ത്രികോണത്തിന്റെ ചുറ്റളവ് ഒന്ന് കണ്ടുപിടിക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ മൊത്തം ത്രികോണത്തിന്റെ ചുറ്റളവ്, വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് നമുക്കറിയാം 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടാവും മക്കളെ, 2 + 2 + 2 6 മീറ്റർ. മൊത്തത്തിനേക്കാൾ എത്ര കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വലിച്ചു നീട്ടി സ്റ്റെപ്പ് എഴുതുന്നില്ല. ഡിഫറൻസ് = 6 -
4.73. എനിക്ക് ചെയ്യാനുണ്ടാവുക അങ്ങനെ 1.27 മീറ്റർ എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇവിടെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ പറഞ്ഞ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകാം. പേജ് നമ്പർ 30 ചോദ്യങ്ങളാട്ടോ നമുക്ക് ഇനി ചെയ്യാനുള്ളത്. എടാ, ഈ 30 ചോദ്യത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ കാണുന്ന ചിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് പാർട്ട് നിറയെ ഇയാളായിരുന്നു അല്ലേ. നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഫുള്ള് 3ഓളം ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞിട്ടുള്ള ഫിഗറിൽ ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ. ഇങ്ങനെ വരയ്ക്കുന്ന 10ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്താണ്? ഓക്കെ ചെയ്യാം. എടാ, ബിഫോർ ദാറ്റ് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വരുന്ന ആൾ √2 ആണെന്നും ഇവിടെ വരുന്ന ആൾ √3 ആണെന്നും ഇവിടെ കിട്ടുന്ന ആൾ √4 ആയിരിക്കുമെന്നും ഇവിടെ കിട്ടുന്ന ആൾ √5 മീറ്റർ ആയിരിക്കും, ഇത്തരത്തിലാണ് മുകളിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് മുന്നേ, ആണല്ലോ മക്കളെ. അങ്ങനെ നമുക്ക് അതിൻ്റെ പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ട്രയാങ്കിൾ 1ൻ്റെ സൈഡ്സൊക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം. 1 എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, √2 ഉണ്ട്. ഇതാണ് അവിടുത്തെ ട്രയാങ്കിൾ 1ൻ്റെ. ട്രയാങ്കിൾ 2ൻ്റെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എടാ, മനസ്സിലാവില്ല, ഇതാണ് ട്രയാങ്കിൾ 1, ഇതാണ് ട്രയാങ്കിൾ 2, ഇത് 3, ഇത് 4, അങ്ങനെ കേട്ടോ. ട്രയാങ്കിൾ 2ൻ്റെ സൈഡ്സ് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു 1 കാണാനുണ്ട്, അവിടെ ഒരു √2 കാണാനുണ്ട്, പിന്നെ ആരാളുള്ള അവിടെ ഒരു √3നെയും കാണാനുണ്ട്. ട്രയാങ്കിൾ 3യിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ഒരു 1 ഉണ്ട്, അവിടെ ഒരു √3 ഉണ്ട്, അപ്പോൾ അവിടെ √4 ഉണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് ഇതിൻ്റെ ശൈലി നമുക്ക് പിടികിട്ടി അല്ലേ. ട്രയാങ്കിൾ 4ൻ്റെ ആണെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ട്രയാങ്കിൾ 4 ആകുമ്പോൾ അവിടെ ഒരു 1 ഉണ്ട്, √4 ഉണ്ട്, √5 ഉണ്ട്. അപ്പോൾ ഏതാണ്ട് പാറ്റേൺ നമുക്ക് പിടികിട്ടിട്ടുണ്ടാവും. നോക്കണം, 4ാമത്തെ ട്രയാങ്കിളിൽ ആരൊക്കെ ഉണ്ടാവുക? എന്തായാലും 1 ഉണ്ടാവും. 4ാമത്തെ ട്രയാങ്കിൾ √4 ഉണ്ടാവും, അതിൻ്റെ തൊട്ടടുത്ത ആളുണ്ടാവും. അങ്ങനെയല്ലേ നോക്കി നോക്ക്. 1 ഉണ്ട്, 3rd ട്രയാങ്കിൾ 1 ഉണ്ട്, √3 ഉണ്ട്, അടുത്ത ആൾ √4 ഉണ്ട്. നമ്മളോട് ചോദിച്ചത് 10ാമത്തെ ആളതാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. ട്രയാങ്കിൾ 10 അല്ലേ. 10th ട്രയാങ്കിളിൽ ആരൊക്കെ ഉണ്ടാവും മക്കളെ? 1 ഉണ്ടാവും, സ്വാഭാവികമായിട്ട് √10 ഉണ്ടാവും, ഒന്ന് കൂടുതലുള്ള ആളുണ്ടാവും. ആരായിരിക്കും? √11. ഇതാണ് ആ പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ ലെങ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ 9th. 10ാമത്തെയും 9ാമത്തെയും ത്രികോണത്തിൻ്റെ ചുറ്റളവ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ആദ്യം സൈഡ് വേണം, നമുക്ക് ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കാം. 10th ട്രയാങ്കിളുടെ സൈഡ്സ് നമ്മൾ ഓൾറെഡി മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അയാളുടെ പെരിമീറ്റർ ഒന്ന് എഴുതി വെക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 10. 10ാം ത്രികോണത്തിൻ്റെ ചുറ്റളവ് 1 + √10 + √11. ഈ കാണുന്ന 3 സൈഡുകളും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. 1 + √10 + √11. ഇത് ആഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം മക്കൾ ഓർത്ത് വെച്ചോളൂ. ചക്ക, മാങ്ങ, തേങ്ങ 3 പോലത്തെ ആൾക്കാരെ കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റൂല. നമുക്ക് 9th ട്രയാങ്കിളുടെ സൈഡ്സ്, 9ാം ത്രികോണത്തിൻ്റെ സൈഡ്സ് ഒന്ന് എഴുതിയേക്കാം. സൈഡ്സ് എഴുതാനുള്ള ഐഡിയ നമുക്ക് കിട്ടിയതാട്ടോ. 1 √9 ഉണ്ടാവും, അതേപോലെ √10 ഉണ്ടാവും. ഓക്കെ, ഇനി അയാളുടെ പെരിമീറ്റർ നമുക്ക് ചുറ്റളവ് എന്ന് എഴുതി വെക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 9, 1 + √9 + √10. എടാ, വേണമെങ്കിൽ മക്കൾക്ക് ആ √9 പിടിച്ച് 3 ഒന്നും ആക്കി അവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ മക്കളെ. ഈ ഒരു ചാപ്റ്റർ സംബന്ധിച്ച് നീഡഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് അല്ല അയാൾ. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് ഇറ്റ് സെൽഫ്. അതിന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാനൊന്നുമില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഡിഫറൻസ് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു വലുതൊന്ന് ചെറുത് കുറച്ച് കളയാം. 1 + √10 + √11 നിന്നും മൈനസ് ചെയ്യണം. ആരെയാണ്? 1 + √9 + √10 ഇനിയാണ് മൈനസ് ചെയ്യേണ്ടത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 1 പോയിക്കോട്ടെ, √10 ക്യാൻസൽ ചെയ്ത് പോട്ടെ. പിന്നെ ഇവിടെ ആരാടാ ബാക്കിയുള്ളത്? മുകളിലൊരു √11 ഉണ്ട്, മൈനസ് ഈ കാണുന്ന സിമ്പിൾ കൊടുത്തു, താഴെ ഒരു √9 ഉണ്ട്. ഇതാണ് ബാലൻസ് വരിക. 11 - √9 എന്ന് മക്കൾക്ക് എഴുതി വയ്ക്കാം. അതല്ല, ഇഫ് നീഡഡ് മക്കൾക്ക് √11 - 3 എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ അപ്രകാരം ഇയാൾ എഴുതാം. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആ ചാപ്റ്ററിലെ ഏറ്റവും അവസാന ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കടാ, ഈ ഒരു ചോദ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് മറ്റൊരാളുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ഏതാണ്ട് വില കൂടെ പഠിക്കണം. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ √2ഉം അതുപോലെ തന്നെ √3ഉം പഠിച്ച ആളുകളാണല്ലോ. അത് കൂടാതെ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ √5ൻ്റെ കൂടെ പഠിക്കണം. ജസ്റ്റ് നോക്കി വെച്ചോളൂ.
23 എന്ന് പറയുന്നതായിരിക്കും അയാളുടെ എന്തെന്ന് പറയുന്ന വാല്യൂ കേട്ടോ. √5 നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ഒരു 2.23 എന്ന് പറയുന്ന ഒരാളെയും കൂടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി മാത്രം, ഈ ഒരു ക്വസ്റ്റിനിൽ മാത്രമേ അയാൾ നമുക്ക് ഉപയോഗിക്കാനുള്ളൂ. അയാൾ എന്ത് ചെയ്തോട്ടെ, ആ സൈഡിൽ അവിടെ എങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യം വരുമ്പോൾ അയാൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ചോദ്യത്തിന് 2 പാർട്ടാക്കിയിട്ട് മാറ്റാം നമുക്ക്. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് √3 സെൻറ്റിമീറ്റേഴ്സ്? ആദ്യത്തെ ഭാഗമാണ് ലംബവശങ്ങൾ √2, √3 സെൻറ്റിമീറ്റർ ആയ മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം എത്രയാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ ആദ്യം അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് മറ്റ് ടോപ്പിക് ഡിസ്കഷനുകളിലേക്കൊക്കെ പോവാം. എടാ, റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൈറ്റ് ട്രയാങ്കിൾ റഫ് ഡയഗ്രാം അവിടെ വരച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്കറിയാം അവിടെ ഒരു 90 ഡിഗ്രിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണല്ലോ അയാൾ റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണമായിട്ടുള്ളത്. ഞാൻ അയാൾക്ക് ഒരു പേരൊക്കെ കൊടുത്തു വയ്ക്കാം. ലെറ്റ് ഇറ്റ് ബി A, B ആൻഡ് C. അവിടെ പെർപെൻഡിക്കുലർ സൈഡ് ലംബവശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ഇയാളെ √2 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നുണ്ട്. ഇവിടെ ഞാൻ √3 സെൻറ്റിമീറ്റർ എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഹൈപ്പോട്ടന്യൂസിനെ കണ്ടുപിടിച്ചിട്ട് വേണം. സിമ്പിൾ ഇക്വേഷൻ ആണ്, നമുക്കറിയാം. ഞാൻ പൈതഗോറസ് തിയറം വീണ്ടും ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. AC² = AB² + BC² എന്നാണ് എഴുതാനുണ്ടാവുക. അതുപോലെ തന്നെ എഴുതി. AB² എന്ന് പറയുന്ന സമയത്ത് √2ൻ്റെ സ്ക്വയറാണ്, പ്ലസ് BC² എന്ന് പറയുമ്പോൾ √3ൻ്റെ സ്ക്വയറാണ്. √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്, √3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടേണ്ട ആൻസർ 5 ആണ്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ ആരെയാ മക്കളെ കിട്ടേണ്ടത്, √5 സെൻറ്റിമീറ്റർ. AC എന്ന് പറയുന്ന ആളാരായിരിക്കണം, √5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിക്കണം, ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദ ഹൈപ്പോട്ടന്യൂസ്? കർണത്തിൻ്റെ നീളം, ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണെന്ന്. ആയിക്കോട്ടെ, കണ്ടുപിടിക്കാം നമുക്ക്. അത് ആദ്യം നമുക്ക് ലംബവശങ്ങളുടെ തുക കണ്ടുപിടിക്കാം. അപ്പോൾ മക്കൾ സ്റ്റെപ്പ് എഴുതിക്ക്. ലംബവശങ്ങളുടെ തുക സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. പെർപെൻഡിക്കുലർ സൈഡ്സ് ആരൊക്കെയാണ് മക്കളെ, √2ഉം √3ഉം. സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം, തുകയാണ് കണക്കാക്കേണ്ടത്. √2 √3 കൂട്ടാൻ വേണ്ടി പറ്റൂല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ചില സാഹചര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ അതിനുള്ള പണി നമുക്കറിയാലോ. 1.41ഉം 1.73 ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. 1.41 + 1.73 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 3.14 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസിനേക്കാൾ നമ്മുടെ കർണത്തേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറൻസ് ആണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഞാൻ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഡിഫറൻസ് = നോക്കടാ, നമുക്കവിടെ ചെയ്യാനുള്ള ആൾ 3.14, അതാണ് സമ്മ് അല്ലേ. അതിന് ആരെ മൈനസ് ചെയ്യണം മക്കളെ, ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഞാൻ √5. ഇതും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ. കാരണം രണ്ടും ഒന്ന് ചക്ക ഒന്ന് മാങ്ങാം, വേണ്ട. √5ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുക്കാം. 3.14 മൈനസ് നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ 2.23 കേട്ടോ, 0.91 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ എന്ത് ചെയ്യാണ് മക്കളെ, അവസാനിക്കുകയാണ്.